അപ്പം ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പാക്കറ്റ് ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ കൺജഷൻ ആയിട്ടായിരിക്കും TCP അസ്യൂം ചെയ്യുന്നത്. എന്താ കൺജഷൻ? അതായത് റൗട്ടേഴ്സിൽ പാക്കറ്റ് ബഫേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ സെൻഡിങ് സൈഡിൽ നിന്ന് നമ്മൾ നല്ല സ്പീഡിൽ ഇങ്ങനെ പാക്കറ്റ്സ് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റൂട്ടറിന് ഫോർവേഡ് ചെയ്യാൻ പറ്റുന്ന സ്പീഡിനെക്കാട്ടും കൂടുതൽ സ്പീഡിൽ നമ്മളിങ്ങനെ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം റൂട്ടറിലെ ബഫറിന് ഹോൾഡ് ചെയ്യാൻ എടുക്കാൻ പറ്റാത്തതിനെക്കാട്ടും കൂടുതൽ പാക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? അതിന് ഫോർവേഡ് ചെയ്യാനും പറ്റില്ല. ഇനി മോർ പാക്കറ്റ്സിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെയും വരുമ്പോൾ ഇതെന്ത് ചെയ്യും? കുറേ പാക്കറ്റ്സിനെയൊക്കെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ അയച്ച കുറേ പാക്കറ്റ്സ്, സെൻഡർ സെൻഡ് ചെയ്ത കുറേ പാക്കറ്റ്സ് ലോസ് ആയിപ്പോകും. അത് ഇടയ്ക്ക് വെച്ച് ലോസ് ആയിപ്പോകും. അപ്പോൾ ഇതൊക്കെയാണ് കൺജഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പാക്കറ്റ് ലോസ് അറിഞ്ഞാൽ ഇതിനെ കൺജഷൻ ആയിട്ടായിരിക്കും അസ്യൂം ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ പാക്കറ്റ് ലോസ് മനസ്സിലാകുന്നത്? സെൻഡറിൽ നിന്ന് അയക്കുന്ന ഓരോ പാക്കറ്റിനും റിസീവിങ് സൈഡിൽ നിന്ന് അക്നോളജ്മെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ സെൻഡർ നോക്കുമ്പോൾ കിട്ടിയ പാക്കറ്റിന് മാത്രമേ അക്നോളജ്മെൻറ്റ് വരുള്ളൂ. ഏതെങ്കിലുമൊക്കെ പാക്കറ്റ് മിസ്സിങ് ആണെങ്കിൽ അതിനുള്ള അക്നോളജ്മെൻറ്റ് സെൻഡറിൽ തിരിച്ചെത്തില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സെൻഡറിന് മനസ്സിലാവും, ഈ സ്ട്രീമിലുള്ള ഗ്യാപ്പ് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ അത് മനസ്സിലാക്കും കൺജഷൻ ആണ്. ദെൻ ഇറ്റ് വിൽ റീട്രാൻസ്മിറ്റ് ദ പാക്കറ്റ്സ്. മിസ്സിങ് പാക്കറ്റ്സിനെ ഇത് റീട്രാൻസ്മിറ്റ് ചെയ്യും. ഇനി റീട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നേരത്തെ അയച്ചുകൊണ്ടിരിക്കുന്ന അതേ സ്പീഡിൽ തന്നെ നമ്മൾ അയച്ചു കഴിഞ്ഞാൽ അത് പിന്നെയും പ്രശ്നമല്ലേ? ഓൾറെഡി കൺജസ്റ്റഡ് ആയിട്ടുള്ള നെറ്റ്വർക്കിലേക്ക് ഇതേ സ്പീഡിൽ തന്നെ പിന്നെ അയക്കുക എന്ന് പറയുന്നത് അത് അത്ര നല്ല കാര്യമല്ല. അതിനുള്ളൊരു സൊല്യൂഷനാണ് ഇറ്റ് സ്ലോ ഡൗൺ ദ ട്രാൻസ്മിഷൻ റേറ്റ് ഡ്രമാറ്റിക്കലി. സ്ലോ ഡൗൺ ആണേ, ഷോ ഡൗൺ അല്ല. ഇറ്റ് സ്ലോ ഡൗൺ ദ ട്രാൻസ്മിഷൻ റേറ്റ് ഡ്രമാറ്റിക്കലി. അതെന്ത് ചെയ്യും? ട്രാൻസ്മിഷൻ റേറ്റിനെ കുറയ്ക്കും. അപ്പോൾ ഇത്ര നേരം പറഞ്ഞത് ഫിക്സഡ് നെറ്റ്വർക്കിൻ്റെ കാര്യമാണ്. TCP ഡിസൈൻഡ് ഫോർ ഫിക്സഡ് നെറ്റ്വർക്ക്സ്. ട്രഡീഷണൽ TCP ഫിക്സഡ് നെറ്റ്വർക്കിന് വേണ്ടിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി അതിൽ ഹാർഡ്വെയർ കമ്പോണൻസ് വഴിയായിരിക്കും നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഡാറ്റ ലോസിനുള്ള ചാൻസ്, ട്രാൻസ്മിഷൻ എറേഴ്സിനൊക്കെയുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. എന്തെങ്കിലും തരത്തിലുള്ള ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ കൺജഷൻ ആയിട്ടായിരിക്കും കാണുന്നത്. കൺജഷൻ എങ്ങനെ മനസ്സിലാകും? മിസ്സിങ് അക്നോളജ് വെച്ച് കൺജഷൻ നമുക്കല്ല സെൻഡറിന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും മിസ്സിങ് അക്നോളജ്മെൻറ്റ് അത് കണ്ടു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? മിസ്സായിട്ടുള്ള പാക്കറ്റ്സിനെ റീട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കും. ദെൻ റീട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ പഴയ അതേ സ്പീഡിലായിരിക്കുകയല്ല ചെയ്യുന്നത്, ട്രാൻസ്മിഷൻ റേറ്റിനെ കുറച്ചായിരിക്കും സെൻഡ് ചെയ്യുന്നത്. കാര്യം ഓൾറെഡി കൺജസ്റ്റഡ് നെറ്റ്വർക്കാണ്. അവിടെ പഴയ സ്പീഡിൽ അയച്ചു കഴിഞ്ഞാൽ അത് പിന്നെയും കൺജഷൻ കൂട്ടത്തേ ഉള്ളൂ. ഇതാണ് കൺജഷൻ കൺട്രോൾ. അടുത്തത് സ്ലോ സ്റ്റാർട്ട് മെക്കാനിസം ഇൻ ട്രഡീഷണൽ TCP. സ്ലോ സ്റ്റാർട്ട് മെക്കാനിസം എന്താണ്? ദ ബിഹേവിയർ ഓഫ് TCP ആഫ്റ്റർ ദ ഡിറ്റക്ഷൻ ഓഫ് എ കൺജഷൻ ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞ് TCP ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് സ്ലോ സ്റ്റാർട്ട് എന്ന് പറയുന്നത്. സ്ലോ സ്റ്റാർട്ടിൽ സെൻഡർ എപ്പോഴും റിസീവറിന് വേണ്ടി ഒരു കൺജഷൻ വിൻഡോ കാൽക്കുലേറ്റ് ചെയ്യും. ഒരു കൺജഷൻ വിൻഡോ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, റിസീവറിൻ്റെ ഒരു കപ്പാസിറ്റി അത് കാൽക്കുലേറ്റ് ചെയ്യും. റിസീവറിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന റിസീവറിൻ്റെ ഒരു കപ്പാസിറ്റി, അതാണ് കൺജഷൻ വിൻഡോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ കൺജഷൻ വിൻഡോൻ്റെ സൈസ് അനുസരിച്ച് മാത്രമേ ഉള്ളൂ സെൻഡറിൽ നിന്ന് അങ്ങോട്ടേക്ക് പാക്കറ്റ് സെൻഡ് ചെയ്യുള്ളൂ. തുടക്കത്തിൽ ഈ കൺജഷൻ വിൻഡോയുടെ സൈസ് എന്ന് പറയുന്നത് 1 സെഗ്മെൻറ്റ്, ഒരു TCP പാക്കറ്റ് ആയിരിക്കും. അതിൻ്റെ സൈസ്, കൺജഷൻ വിൻഡോൻ്റെ വാല്യൂ 1 ആയിരിക്കും. അതായത് ഒറ്റ പാക്കറ്റിനെ അത് സെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ സെൻഡർ ഒരു പാക്കറ്റിനെ സെൻഡ് ചെയ്യും. ദെൻ അക്നോളജ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അക്നോളജ്മെൻറ്റ് വന്നാൽ എന്ത് ചെയ്യും? ഈ കൺജഷൻ വിൻഡോയുടെ വാല്യൂ ഡബിൾ ചെയ്യും. ആദ്യം കൺജഷൻ വിൻഡോയുടെ വാല്യൂ 1 ആയിരുന്നു, ഇപ്പോൾ ഡബിൾ ചെയ്തപ്പോൾ അത് 2 ആയി. ദെൻ 2 പാക്കറ്റ്സിനെ സെൻഡ് ചെയ്യും. എന്നിട്ട് അക്നോളജ്മെൻറ്റ് വരുമോ നോക്കും. അക്നോളജ്മെൻറ്റ് വന്നാൽ ദെൻ പിന്നെയും അതിനെ ഡബിൾ ചെയ്ത് 4 ആക്കും. ദെൻ 4 പാക്കറ്റ്സ്. ദെൻ പിന്നെയും അതിൻ്റെ അക്നോളജ്മെൻറ്റ് വന്നാൽ ഡബിൾ ചെയ്യും. മനസ്സിലായില്ലേ? ഇതിനെയാണ് നമ്മൾ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഓഫ് ദി കൺജഷൻ വിൻഡോ ഇൻ ദ സ്ലോ സ്റ്റാർട്ട് മെക്കാനിസം എന്ന് പറയുന്നത്. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്, കാര്യം കൺജഷൻ വിൻഡോയുടെ സൈസ് അനുസരിച്ചിട്ടാണ് പാക്കറ്റ്സ് അയക്കുന്നത്. അതിനനുസരിച്ച് അക്നോളജ്മെൻറ്റ് വന്നാൽ മാത്രമേ ഉള്ളൂ ഈ കൺജഷൻ വിൻഡോയുടെ വാല്യൂ നമ്മൾ
ഡബിൾ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ ഡബിളിങ്ങിൻ്റെയാണ് നമ്മൾ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയുന്നത്, അല്ലേ? പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയുന്നത് അത്ര നല്ലതല്ല. ഇറ്റ്സ് ഡേഞ്ചറസ്. കാരണം എന്താണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഈ വാല്യൂ എന്ന് പറയുന്നത് വലിയ വലിയ വാല്യൂസ് ആയിപ്പോൾ. ഇപ്പം ആദ്യം 2 ആയി, പിന്നെ 4 ആയി, കുഴപ്പമില്ല, 8 ആയി, കുഴപ്പമില്ല. പക്ഷെ പിന്നെ അത് 16, 32 അങ്ങനെ വലിയ വലിയ നമ്പേഴ്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിനെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യണം. അങ്ങനെ കൺട്രോൾ ചെയ്യാനായിട്ടാണ് നമ്മൾ കൺജഷൻ ത്രെഷോൾഡ് എന്ന് പറയുന്നത്. കൺജഷൻ ത്രെഷോൾഡ് എന്ന് പറഞ്ഞൊരു വാല്യൂ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. കൺജഷൻ ത്രെഷോൾഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ നമ്മുടെ വിൻഡോ സൈസ് ഇങ്ങനെ ഗ്രോ ചെയ്ത് കൺജഷൻ ത്രെഷോൾഡിലെത്തുന്നത്, അപ്പോൾ ഈ ഡബിളിങ് പരിപാടി അങ്ങ് നിൽക്കും. പിന്നെ ഡബിളിങ് ചെയ്യല. പിന്നെ കൺജഷൻ വിൻഡോയുടെ ഇൻക്രീസ് എന്ന് പറയുന്നത് ലീനിയർ ആയിരിക്കും. ദാറ്റ് മീൻസ് ആഡിങ് 1, ഒന്ന് വെച്ചേ ആഡ് ചെയ്യത്തുള്ളൂ. മനസ്സിലായപ്പോൾ കൺജഷൻ ത്രെഷോൾഡ് എന്ന് പറഞ്ഞൊരു വാല്യൂ വെക്കും, അതായത് എക്സ്പോണൻഷ്യൽ ഗ്രോത്തിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. എപ്പോഴാണോ കൺജഷൻ ത്രെഷോൾഡിൽ ഈ വിൻഡോ സൈസിൻ്റെ, അതായത് കൺജഷൻ വിൻഡോയുടെ വാല്യൂ എത്തുന്നത്, അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഡബിളിംഗ് ഇല്ല, വിൻഡോ സൈസിൻ്റെ ഡബിളിംഗ് ഇല്ല. പിന്നെ ലീനിയർ ഇൻക്രീസ് ആയിരിക്കും, ബൈ 1 വെച്ചിട്ട് ഇൻക്രീസ് ചെയ്യും. ഓരോ തവണ അക്നോളജ്മെൻറ്റ് വരുമ്പോഴും 1 വെച്ച് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി എപ്പോഴെങ്കിലും ഒരു മിസ്സിങ് അക്നോളജ്മെൻറ്റ് വന്നാലോ, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ്, സെയിം പാക്കറ്റിന് കണ്ടിന്യൂസ് ആയിട്ട് പിന്നെയും അക്നോളജ്മെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അക്നോളജ്മെൻറ്റ് മിസ്സാവുക, അവിടെയാണ് നമ്മൾ ഗ്യാപ്പ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്, ഒരു മിസ്സിങ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ കൺജഷൻ ത്രെഷോൾഡിനെ, എപ്പോഴാണോ ഒരു മിസ്സിങ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്, അപ്പോൾ ഈ കൺജഷൻ ത്രെഷോൾഡിനെ ഹാഫ് ആക്കും. ദെൻ കൺജഷൻ വിൻഡോ ഓട്ടോമാറ്റിക്കലി അത് 1 ആയിട്ട് സെറ്റ് ആവും. ദെൻ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും, സിംഗിൾ സെഗ്മെൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെയും ഗ്രോ ചെയ്യും, ത്രെഷോൾഡിലെത്തും, ദെൻ ലീനിയർ ഇൻക്രീസ് അതുപോലെ പോകും. അപ്പോൾ ഇതാണ് സ്ലോ സ്റ്റാർട്ട് മെക്കാനിസം. സെൻഡർ ഓൾവേസ് കാൽക്കുലേറ്റ്സ് എ കൺജഷൻ വിൻഡോ ഫോർ എ റിസീവർ. The start size of the congestion window is 1 segment initially. Then എന്ത് ചെയ്യും, double the window size after receiving acknowledgement. Then maintain a congestion threshold to control this exponential growth of congestion window. അടുത്തത് ഫാസ്റ്റ് റീട്രാൻസ്മിറ്റ്, ഫാസ്റ്റ് റീകവറി. ഈ കൺജഷൻ ത്രെഷോൾഡ് എപ്പോഴാണ് നമ്മൾ റിഡ്യൂസ് ചെയ്യുന്നത്? ഒന്ന്, ഏതെങ്കിലും ഒരു പാക്കറ്റ് മിസ്സിങ്, ഏതെങ്കിലും ഒരു അക്നോളജ്മെൻറ്റ് മിസ്സാവുമ്പോൾ നമുക്ക് മനസ്സിലാവും പാക്കറ്റ് മിസ്സായി എന്നുള്ളത്. അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാവും? സെയിം പാക്കറ്റിന് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അക്നോളജ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോഴും ഈ റിഡക്ഷൻ, ഇറ്റ് ലീഡ്സ് ടു ദ റിഡക്ഷൻ ഓഫ് കൺജഷൻ ത്രെഷോൾഡ്. ഇപ്പോൾ സെയിം പാക്കറ്റിന് തന്നെ അക്നോളജ്മെൻറ്റ് വരിക എന്ന് പറഞ്ഞാൽ എന്താ, എപ്പോഴാണ് ഒരു അക്നോളജ്മെൻറ്റ് റിസീവർ അയക്കുന്നത്, എന്തെങ്കിലുമൊക്കെ അതിലെത്തുമ്പോഴേ അത് അക്നോളജ്മെൻറ്റ് അയക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ എന്താണ്, അത് കൺജഷൻ കാരണമായിരിക്കില്ല, അല്ലേ? ഇപ്പോൾ എപ്പോഴും ഒരു കാര്യം പറയാം, എപ്പോഴും സെൻഡർ ഒരു പാക്കറ്റ് അയക്കുമ്പോൾ അതിലൊരു ടൈമർ സെറ്റ് ചെയ്യും. സെൻഡിങ് സൈഡിലൊരു ടൈമർ ഉണ്ടാകും. അത്രയും നേരം ടൈമർ എക്സ്പയർ ആവുന്നത് വരെ ഇത് വെയിറ്റ് ചെയ്യും ഒരു അക്നോളജ്മെൻറ്റ് വരാനായിട്ട്. ആ ടൈമിനുള്ളിൽ വന്നില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ അതിനെ ഒരു മിസ്സിങ് അക്നോളജ്മെൻ്റ് ആയിട്ട് എടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ മിസ്സിങ് അക്നോളജ്മെൻറ്റ് എപ്പോഴാണ് ഉണ്ടാകുന്ന, ടൈമർ എക്സ്പയർ ആകുമ്പോൾ. ഇനി സെയിം അക്നോളജ്മെൻറ്റ് തന്നെ, ഒരു സെയിം പാക്കറ്റിന് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അക്നോളജ്മെൻറ്റ് വരികയാണ്, അതിൻ്റെ അർത്ഥം എന്താണ്, എന്തൊക്കെയോ റിസീവർ സൈഡിൽ എത്തുന്നുണ്ട്, കൺജഷൻ അവിടെ ഇല്ലെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ ടൈം ഔട്ട് കഴിയുന്നതിന് മുമ്പേ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സെൻറ്ററിന് റീട്രാൻസ്മിഷൻ നടത്താനായിട്ട് പറ്റും. ഒന്നുകൂടെ പറയാം, 2 കേസാണുള്ളത്. ഒന്ന്, ഏതെങ്കിലും ഒരു അക്നോളജ്മെൻറ്റ് മിസ്സാകുമ്പോൾ എന്താ, അതെങ്ങനെ ഒരു അക്നോളജ്മെൻറ്റ് മിസ്സായിട്ട് എടുക്കുന്നത്, നമ്മുടെ ടൈമർ സെൻഡ് ചെയ്ത് കഴിഞ്ഞ്, പാക്കറ്റ് സെൻഡ് ചെയ്ത് കഴിഞ്ഞ് ടൈമർ നോക്കും. ആ ടൈമർ എക്സ്പയർ ആകുന്നതിന് മുമ്പ് അക്നോളജ്മെൻറ്റ് വരുന്നുണ്ടോ എന്ന് നോക്കും. വന്നില്ലെങ്കിൽ അക്നോളജ്മെൻറ്റ് മിസ്സായതായിട്ട് കാണും. ദെൻ പാക്കറ്റ്, ആ ടൈം ഔട്ട് ആയി കഴിഞ്ഞേ ഉള്ളൂ മിസ്സിങ് അക്നോളജ്മെൻറ്റ് ആയിട്ട് കാണത്തുള്ളൂ. ദെൻ പാക്കറ്റ് റീട്രാൻസ്മിറ്റ് ചെയ്യും. ഇനിയും രണ്ടാമത്തെ കേസ് നോക്കാം, അതിനാണ് ഫാസ്റ്റ് റീട്രാൻസ്മിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി രണ്ടാമത്തെ കേസ് നോക്കിക്കഴിഞ്ഞാൽ സെയിം പാക്കറ്റിന് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അക്നോളജ്മെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കുക. ദാറ്റ് മീൻസ് എന്താണ്, എന്തോ റിസീവറിൽ എത്തുന്നുണ്ട്. അങ്ങനെ എത്തിയാൽ മാത്രമേ റിസീവർ സൈഡിൽ നിന്നൊരു അക്നോളജ്മെൻറ്റ് തിരിച്ചു വരുള്ളൂ. ഇപ്പോൾ അക്നോളജ്മെൻറ്റ് ഇവിടെ കിട്ടുന്നുണ്ട്, ദാറ്റ് മീൻസ് കൺജഷൻ അല്ല കാരണം.
അതുകൊണ്ട് ഈ ടൈമർ എക്സ്പയർ ആവുന്നതിന് മുമ്പേ തന്നെ റീട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് ഫാസ്റ്റ് റിക്കവറി, ഫാസ്റ്റ് റീട്രാൻസ്മിറ്റ്, കണ്ടിന്യൂസ് റിസീവിങ് ഓഫ് അക്നോളജ്മെൻറ്റ് ഫോർ ദ സെയിം പാക്കറ്റ് ആൻഡ് ഫാസ്റ്റ് റിക്കവറി റിസിപ്റ്റ് ഓഫ് ACK shows that there is no congestion to justify slow start. The sender perform fast recovery from the packet loss. അപ്പോൾ ഈ ഫാസ്റ്റ് റിക്കവറിക്കകത്ത് എന്താ പറയുന്നത്, കഞ്ചഷൻ ഒന്നും ഇല്ലെന്ന് മനസ്സിലാവും അല്ലേ. അപ്പോൾ അവിടെ സ്ലോ സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമില്ല.